ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ്റെ പാർട്സ് വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ. ഒരു ഗ്രേവി പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് എണ്ണ നമ്മൾ ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചിരിക്കണം. അതിന് വേണ്ട സാധനങ്ങളാണ് കേട്ടോ. ഉള്ളി, തക്കാളി, പച്ചമുളക്, അതുപോലെ മല്ലിയില, പുതിനയില, അതുപോലെ കുറച്ച് പൊടികളും അതുപോലെ ചതച്ചതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിക്കണം. ഇനി നമുക്കതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഉലുവ നന്നായി പൊട്ടി വന്നേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഗ്രേവി രൂപത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഉള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മുളക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. ആദ്യം മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഉപ്പ് ഇടുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ വേഗം ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ മണമൊക്കെ വേഗം ഒന്ന് മാറി കിട്ടിക്കോളും. അപ്പോൾ ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്നുകൂടി വഴറ്റിയെടുക്കണം കേട്ടോ അത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് വാടി കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി ഞാൻ ഏകദേശം ഒരു 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ തക്കാളി ഒന്ന് ഇട്ടതിന് ശേഷം നമുക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ഇനി പുതിനയുടെ ഇലയും നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചതച്ചത് ഇട്ടിട്ടില്ലല്ലോ അല്ലേ പറയുന്ന പോലെ. അങ്ങനെ ചതച്ചത് ഇട്ട് കൊടുക്കണം. ഇതിൽ നമ്മളെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, അതുപോലെ കുറച്ച് ജീരകം, അതൊക്കെ പാടെ കൂടിയിട്ട് അരച്ചതാണ് കേട്ടോ. അടുത്ത കഴിഞ്ഞ് നമ്മൾ ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 2-3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാൻ തോന്നിയിട്ട് ഞാൻ 1 ടീസ്പൂൺ കൂടി അധികം ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1-1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവിന് ആവശ്യത്തിനാണ് കേട്ടോ. ഞാനതിൽ പച്ചമുളക് ഇട്ടുക്കണം. ഇതിൻ്റെ ഇടയിൽ ഞാനിതിൽ വെള്ളം ഒഴിക്കണതോ ചിക്കൻ്റെ പാർട്സ് ഇടണോ ഒന്നും എനിക്ക് കാട്ടിത്തരാൻ പറ്റിയില്ല കേട്ടോ. കാരണം അപ്പോൾ ഇതിന് ഫോൺ വന്നത് കാരണം പിന്നെ ഞാൻ അതിൻ്റെത് മറന്നു. വീഡിയോ എടുക്കണമൊക്കെ ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഏതായാലും ചിക്കൻ അതിൻ്റെ പാർട്സൊക്കെ ഇട്ടു. അപ്പോൾ അത്രയും ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ച് പിന്നെ പാർട്സ് ഇട്ടു. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് എടുത്തു കഴിഞ്ഞാൽ കറി ഇവിടെ റെഡി ആയിട്ടോ. അങ്ങനെ നമ്മളെ കപ്പിയും അതുപോലെ പാർട്സ് ഗ്രേവി ഇവിടെ റെഡി ആയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറൊക്കെ ചെയ്തിട്ട് കാണുന്നുണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമലൈക്കും.